ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം 9 രാജവിദ്യ രാജഗുഹ്യയോഗം തുടർന്നു വായിക്കുന്നു. മയാധ്യക്ഷേണ പ്രകൃതിഃ സൂയത്തെ സചരാചരം ഹേതുനാനേന കൗന്തേയ ജഗദ്വിപരിവർത്തതേ. ഹേ അർജുന, എല്ലാറ്റിനും അധ്യക്ഷനായിരിക്കുന്ന അല്ലെങ്കിൽ നിയന്താവായിരിക്കുന്ന എന്നാൽ പ്രേരിതയായിട്ട് പ്രകൃതി ചരങ്ങളും അചരങ്ങളുമായ എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും പ്രസവിക്കുന്നു. ഇത് ഹേതുവായിട്ട് പ്രപഞ്ചം ഇങ്ങനെ ആവർത്തിച്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അല്ലയോ അർജുന, ഭാനുമാൻ എല്ലാ ലോക വ്യാപാരങ്ങൾക്കും എപ്രകാരം ഉപകരണമായിരിക്കുന്നുവോ അപ്രകാരം ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് കാരണഭൂതനായിരിക്കുന്നു. എൻ്റെ അധികാരത്തിന് കീഴിൽ പ്രകൃതി സർവ ചരാചരങ്ങളുടെയും സൃഷ്ടി നടത്തുന്നതുകൊണ്ട് ഞാൻ പ്രപഞ്ചത്തിന്റെ എല്ലാം പ്രേരക ശക്തിയാണെന്ന് എല്ലാവരും ധരിക്കുന്നു. എന്നാൽ ഭൂതജാലങ്ങൾ എന്നിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെടുന്നതെങ്കിലും ഞാൻ അവയിലൊന്നിലും ഇല്ല തന്നെ. ഈ അറിവിന്റെ വെളിച്ചത്തിൽ നിനക്ക് എൻ്റെ ഐശ്വര്യ യോഗത്തെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയും. ഭൂതജാലങ്ങൾ എന്നിലോ ഞാൻ അവയിലോ ഇല്ലെന്നുള്ള വസ്തുത നീ ഒരിക്കലും വിസ്മരിക്കരുത്. ഞാൻ നിനക്ക് മാത്രമായി വെളിപ്പെടുത്തി തരുന്ന ഗഹനമായ ഈ രഹസ്യം ഇന്ദ്രിയങ്ങളുടെ വാതിലുകൾ കൊട്ടിയടച്ചിട്ട് നിന്റെ ഹൃദയത്തിൽ അനുഭവിച്ചറിയണം. വൈക്കോൽ കൂമ്പാരത്തിനിടയിൽ വീണുപോയ നെന്മണികൾ കണ്ടുപിടിക്കാൻ കഴിയാത്തതുപോലെ ഈ രഹസ്യം പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയാത്ത ഒരുവന് എൻ്റെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കാൻ സാധ്യമല്ല. അനുമാനം കൊണ്ട് എന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ആളുകൾ കരുതുന്നു. എന്നാൽ മരീചിക കൊണ്ട് ഭൂമി തണുക്കുമോ? കടലിൽ വല വീശുന്ന മുക്കുവൻ സമുദ്രത്തിൽ കാണുന്ന ചന്ദ്രന്റെ പ്രതിബിംബം തന്റെ വലയിൽ അകപ്പെട്ടു എന്ന് ധരിക്കുന്നു. എന്നാൽ വല കരയ്ക്ക് വലിച്ചു കയറ്റി കുടയുമ്പോൾ പ്രതിബിംബം എവിടെ? ഇപ്രകാരം പല ആളുകളും തങ്ങൾ ആത്മസാക്ഷാത്കാരം നേടിയെന്ന് വാചാലമായി പ്രസംഗിക്കാറുണ്ടെങ്കിലും സൂക്ഷ്മ പരിശോധനയിൽ അവരുടെ നേട്ടം ഭാവനയിൽ മാത്രമാണെന്നും ഭാവിയിൽ പോലും അവർ അത് കൈവരിക്കാൻ സാധ്യമല്ലെന്നും ബോധ്യമാകും. അവജാനന്തി മാം മൂഢാഃ മാനുഷീം തനുമാശ്രിതം പരം ഭാവമജാനന്തഃ മമ ഭൂതമഹേശ്വരം. എൻ്റെ പരമതത്വത്തെ അറിയാതെ മൂഢന്മാരായവർ സകല ഭൂതങ്ങൾക്കും മഹേശ്വരനായ എന്നെ മനുഷ്യദേഹം കൈകൊണ്ടവനായി തെറ്റിദ്ധരിച്ച് അവമാനിക്കുന്നു. അല്ലയോ അർജുന, അന്തമില്ലാത്ത ജനന മരണങ്ങൾ ആവർത്തിക്കുന്ന ഭൗതിക ജീവിതത്തെപ്പറ്റി നീ ഭയപ്പെടുകയും എന്നെ പ്രാപിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു എങ്കിൽ ഈ തത്വം നിന്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. മഞ്ഞപ്പിത്തം ബാധിച്ചവന് ചന്ദ്രകിരണങ്ങൾ മഞ്ഞയായി കാണപ്പെടുന്നു. അപ്രകാരം എൻ്റെ നിർമ്മലമായ സ്വരൂപത്തിൽ ആളുകൾ മാലിന്യം ദർശിക്കുന്നു. ജ്വരം നിമിത്തം ദുസ്വാദ് തോന്നുന്ന വായിൽ പാലുപോലും പാഷാണം പോലെ തിക്തമായി തോന്നും. അതുപോലെ ഞാൻ അമാനുഷികനാണെങ്കിലും ആളുകൾ എന്നെ മനുഷ്യനായി കരുതുന്നു. അതുകൊണ്ട് അല്ലയോ അർജുന, ഞാൻ ആവർത്തിച്ചു പറയുന്നു, നീ ഈ രഹസ്യം വിസ്മരിക്കരുതെന്ന്. മാംസചക്ഷുസുകൾ കൊണ്ട് എന്നെ കാണുന്ന ഒരുവൻ എൻ്റെ യഥാർത്ഥ സ്വരൂപം കാണുന്നില്ല. അവൻ അമരത്വത്തിനു വേണ്ടി സ്വപ്നത്തിൽ അമൃത് പാനം ചെയ്യുന്നവനെ പോലെയാണ്. സ്ഥൂല ദൃഷ്ടി കൊണ്ട് എന്നെ കാണുന്ന വിഡ്ഢികൾക്ക് ലഭിക്കുന്ന ബാഹ്യമായ അറിവ് എന്നെപ്പറ്റിയുള്ള യഥാർത്ഥ ജ്ഞാനം ലഭിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു. അങ്ങനെയുള്ളവർ ജലാശയത്തിൽ കാണുന്ന നക്ഷത്രങ്ങളുടെ പ്രതിച്ഛായ രത്നങ്ങളാണെന്ന് സങ്കല്പിച്ച് അതിലേക്ക് കുതിച്ചു ചാടുന്ന രാജഹംസങ്ങളെപ്പോലെ പാറയിൽ തട്ടി നശിക്കുന്നു. ഗംഗാ നദിയെന്ന് കരുതി മരീചികയുടെ പിന്നാലെ ഓടുന്നതിൽ എന്താണ് പ്രയോജനം? കൽപ്പതരുവെന്ന് കരുതി മുള്ളുകൾ നിറഞ്ഞ കുരുവേലി മരത്തിൻ കീഴിലിരുന്നാൽ അഭീഷ്ടസിദ്ധി ഉണ്ടാകുമോ? അപ്രകാരമുള്ളവർ ഇന്ദ്രനീല മാലികയാണെന്ന് കരുതി വിഷസർപ്പത്തെ എടുക്കാൻ കൈകൾ നീട്ടുന്നു. രത്നമാണെന്ന വിചാരത്തോടെ വെള്ളാരങ്കല്ല് ശേഖരിക്കുന്നു. ഒളിഞ്ഞിരിക്കുന്ന നിധിയാണെന്ന സങ്കല്പത്താൽ വെണ്ണീർ തുണിയിൽ വാരിക്കെട്ടുന്നു.
തൻ്റെ പ്രതിച്ഛായ കണ്ട് അത് മറ്റൊരു സിംഹമാണെന്ന തെറ്റിദ്ധാരണയോടെ കിണറ്റിലേക്ക് ചാടിപ്പോകുന്ന സിംഹത്തെ പോലെ പെരുമാറുന്നു. ഞാൻ മനുഷ്യസഹജമായ സ്വഭാവത്തോടു കൂടിയവനാണെന്നുള്ള അബദ്ധവിശ്വാസം വെച്ചു പുലർത്തി സംസാര ജീവിതത്തിൽ മുഴുകി കഴിയുന്നവർ ജലത്തിൽ പ്രതിബിംബിച്ചു കാണുന്ന സോമബിംബത്തെ താരാനാഥനാണെന്ന് തെറ്റിദ്ധരിച്ച് കൈക്കുള്ളിലാക്കാൻ ശ്രമിക്കുന്നവരാണ്. കഞ്ഞിവെള്ളം കുടിച്ച് അമൃത് കുടിക്കുന്ന പ്രയോജനം ഉണ്ടാക്കാമെന്ന് വിശ്വസിക്കുന്ന അവരുടെ ധാരണ അബദ്ധജടിലമാണ്. സ്ഥൂലവും നശ്വരവുമായ രൂപത്തോടു കൂടിയവനാണ് ഞാനെന്ന് ചിന്തിക്കുന്നവർക്ക് എൻ്റെ യഥാർത്ഥത്തിലുള്ള അനശ്വര സ്വരൂപം എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അല്ലയോ അർജുന, പൂർവ്വദിക്കിലേക്ക് പോകുന്ന ഒരുവൻ എങ്ങനെയാണ് പശ്ചിമാംബുധിയുടെ തീരത്തെത്തുന്നത്? ഉമി ഉരലിലിട്ട് കുത്തിയാൽ അരി ലഭിക്കുമോ? സദാ പരിവർത്തനത്തിന് വിധേയമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ അറിയുന്നത് കൊണ്ട് മാത്രം എങ്ങനെയാണ് എൻ്റെ സമ്പൂർണവും അവ്യയവുമായ അസ്തിത്വത്തെ അറിയുന്നത്? വെള്ളത്തിലെ പത വായിലൊഴിച്ചാൽ ദാഹം ശമിക്കുമോ? അതുപോലെ മതിഭ്രമം പിടിപെട്ടിട്ടുള്ള ആളുകൾ എന്നെ ഈ ശരീരത്തോട് തെറ്റായി സാമ്യപ്പെടുത്തിയിട്ട് എന്നിൽ ജനനവും കർമ്മവും സംബന്ധിപ്പിക്കുന്നു. അതിൻ്റെ ഫലമായി നാമമില്ലാത്ത എനിക്ക് നാമവും കർമ്മമില്ലാത്ത എനിക്ക് കർമ്മവും അശരീരിയായ എനിക്ക് ശരീരവും ഉള്ളതായി അവർ ആരോപിക്കുന്നു. അരൂപിയായ എനിക്ക് രൂപം നൽകിയും ഗുണങ്ങൾക്കതീതനായ എന്നെ സഗുണനായും കരുതി അവർ ആരാധിക്കുന്നു. ഞാൻ വേദശാസ്ത്ര സിദ്ധാന്തങ്ങൾക്ക് അതീതനാണെങ്കിലും ആചാരക്രമങ്ങളും കർമ്മ പരിപാടികളും പാലിക്കുന്നവനാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഗോത്രമില്ലാത്ത എന്നെ ഗോത്രമുള്ളവനായും കൈകാലുകളില്ലാത്ത എനിക്ക് അവകളുള്ളതായും അവർ ആരോപിക്കുന്നു. അമേയനായ എന്നെ അവർ അളക്കുന്നു. സർവവ്യാപിയായ എന്നെ സ്ഥലത്തിൻ്റെ പരിധിക്കുള്ളിൽ ബന്ധിക്കുന്നു. മെത്തയിൽ കിടന്നുറങ്ങുന്നവൻ സ്വപ്നത്തിൽ വനം കാണുന്നത് പോലെ അവർ എനിക്ക് കണ്ണും കാതും വംശ പാരമ്പര്യവും ഉള്ളതായി സങ്കല്പിക്കുന്നു. എന്നാൽ എനിക്ക് ഒരിക്കലും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവ്യക്തനും ആഗ്രഹങ്ങളില്ലാത്തവനും ആണെങ്കിലും ഞാൻ വ്യക്തനും ആഗ്രഹങ്ങൾ ഉള്ളവനും ആണെന്ന് അവർ ആരോപിക്കുന്നു. എല്ലാവരുടെയും ആത്മസംതൃപ്തിക്ക് കാരണഭൂതനായ എന്നെ കേവലം സംതൃപ്തനായിട്ട് മാത്രമാണ് അവർ കാണുന്നത്. വസ്ത്രങ്ങൾ ധരിപ്പിക്കാൻ കഴിയാത്ത എന്നെ അവർ വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു. അലങ്കരിക്കാൻ കഴിയാത്ത എന്നെ ആഭരണങ്ങൾ അണിയിച്ച് അലങ്കരിക്കുന്നു. ഞാൻ എല്ലാറ്റിൻ്റെയും സ്രോതസ്സാണെങ്കിലും എൻ്റെ ഉറവിടം കണ്ടുപിടിക്കാൻ അവർ പരിശ്രമിക്കുന്നു. ഞാൻ സ്വയംഭൂവാണെങ്കിലും അവർ എന്നെ സൃഷ്ടിച്ചതായി ഭാവിക്കുന്നു. ഞാൻ സ്വയമേവ നിലനിൽക്കുന്നതാണെങ്കിലും അവർ എൻ്റെ വിഗ്രഹം നിർമ്മിക്കുന്നു. അവർ എന്നെ ആവാഹിക്കുകയും എന്നോട് യാത്ര പറയുകയും ചെയ്യുന്നു. ഞാൻ സ്വയം പരിപൂർണനും സ്ഥിരനും ആണെങ്കിലും അവർ എന്നിൽ ബാല്യവും യൗവനവും വാർദ്ധക്യവും ചുമത്തുന്നു. ഏകമായ ഞാൻ ദ്വന്ദ്മാണെന്നും പരമമായ ആനന്ദത്തിൻ്റെ ഇരിപ്പിടമായ ഞാൻ വിവിധ സുഖങ്ങൾ ഇച്ഛിക്കുന്നവനാണെന്നും അവർ കരുതുന്നു. എല്ലാ ഭൂതജാലങ്ങളിലും ഒന്നുപോലെ സ്ഥിതി ചെയ്യുന്ന ഞാൻ ചിലരോട് ബന്ധുത്വവും ചിലരോട് ശത്രുത്വവും പുലർത്തുന്നതായി അവർ ആരോപിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എന്നെപ്പറ്റിയുള്ള തെറ്റായ അറിവ് നിമിത്തം മനുഷ്യർക്കുള്ള എല്ലാ ഗുണദോഷങ്ങളും എനിക്കുള്ളതായി അവർ ഗണിക്കുന്നു. അവർ ഒരു വിഗ്രഹം കാണുമ്പോൾ അതിനെ ദൈവമായി ഭക്തിപൂർവ്വം ആരാധിക്കുകയും അത് ഭഞ്ജിക്കപ്പെടുമ്പോൾ ദൈവികത്വം അതിന് നഷ്ടപ്പെട്ടതായി കരുതി അതിനെ വലിച്ചെറിയുകയും ചെയ്യുന്നു. ഇപ്രകാരം വിവിധ രീതികളിൽ അവർ എന്നെ മർത്യനായി പരിഗണിക്കുന്നു. തന്മൂലം അവർ എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെപ്പറ്റി അജ്ഞരായി കഴിയുന്നു. മോഘാശമോഘകർമാണഃ മോഘജ്ഞാനാവിചേതസഃ രാക്ഷസീമാസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാഃ. നിഷ്ഫലമായ ആശയോടു കൂടിയവരും നിഷ്ഫലമായ കർമ്മങ്ങളോടു കൂടിയവരും നിഷ്ഫലമായ ജ്ഞാനത്തോടു കൂടിയവരും അവിവേകികളുമായവർ ഹിംസാപൂർണമായതും കാപട്യവും ചതിയും നിറഞ്ഞതും മനസ്സിനെ ആകർഷിച്ച് ഭ്രമിപ്പിക്കുന്നതുമായ പ്രകൃതിയെ തന്നെ ആശ്രയിക്കുന്നവരാകുന്നു. ഈ വക കാരണങ്ങൾ കൊണ്ട് മഴക്കാലത്തല്ലാതെ മറ്റ് കാലങ്ങളിൽ മാനത്ത് കാണുന്ന മേഘം പോലെയോ അകലെ നിന്ന് നോക്കുമ്പോൾ മരീചികയിൽ കാണുന്ന അലകൾ പോലെയോ
അവരുടെ ജന്മം നിഷ്ഫലമാണ്. കളിമണ്ണുകൊണ്ട് മെനഞ്ഞെടുത്ത ഒരശ്വാരൂഢനെ പോലെയോ ഇന്ദ്രജാലം കൊണ്ടുണ്ടാക്കിയ ആഭരണം പോലെയോ ആകാശത്ത് ഭാവനയിൽ ദൃശ്യമാകുന്ന പട്ടണത്തിന്റെ ഭിത്തി പോലെയോ ആണ് കാൽപ്പനികവും കഥയില്ലാത്തതുമായ അവരുടെ ജീവിതം. കായ്ക്കാതെ അകം പൊള്ളയായി ഉയരത്തിൽ വളരുന്ന സാബർ വൃക്ഷം പോലെയോ അജകള സ്തനം പോലെയോ പ്രയോജനരഹിതമാണ് അതെന്ന് പറയേണ്ടതില്ലല്ലോ. അവർ നേടിയെടുത്തിട്ടുള്ള അറിവ് മർക്കടൻ അടർത്തിയെടുത്ത നാളികേരം പോലെയോ അന്ധന്റെ കയ്യിൽ പതിച്ച രത്നം പോലെയോ ആണ്. അവർ സമ്പാദിച്ചിട്ടുള്ള വേദവിജ്ഞാനം ശാലീനയായ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കിട്ടിയ ആയുധം പോലെയോ അശുദ്ധനായ ഒരുവന് ചൊല്ലിക്കൊടുക്കുന്ന രഹസ്യ മന്ത്രം പോലെയോ ഉപയോഗശൂന്യമാണ്. അല്ലയോ ധനുർധര, ഒരുവന്റെ മനസ്സ് യഥാർത്ഥ ജ്ഞാനം കൊണ്ട് ധന്യമായില്ലെങ്കിൽ മറ്റ് വിധത്തിലുള്ള എല്ലാവിധ അറിവുകളും കർമ്മങ്ങളും നിഷ്പ്രയോജനമാണ്. അങ്ങനെയുള്ളവൻ ഹീനയായ മായയുടെ വശീകരണത്തിൽ പെടുന്നു. അതോടെ അവന്റെ ബുദ്ധി വൈഭവവും വിവേചന ശക്തിയും നശിക്കുന്നു. മനസ്സ് ഛിന്ന ഭിന്നമാകുന്നു. ഉത്കണ്ഠ വർദ്ധിക്കുന്നു. അവൻ തമസാകുന്ന രാക്ഷസിയുടെ വക്ത്ര ഗഹ്വരത്തിൽ പതിക്കുന്നു. എപ്പോഴും ചുണ്ട് നനയ്ക്കുകയും കാത് വരെ നീളുകയും ചെയ്യുന്ന തിന്മയാകുന്ന മാരകമായ അവളുടെ ജിഹ്വ പ്രത്യാശയുടെ ഉമിനീരിൽ ഉരുണ്ട് പിളരുകയും അസന്തുഷ്ടിയുടെ ഇറച്ചി കഷണങ്ങൾ സദാ ചവക്കുകയും ചെയ്യുന്നു. അവൾ പ്രലോഭനമാകുന്ന മലയുടെ അടിവാരത്തിൽ അവധാനതയോടെ വിഹരിക്കുന്നു. ദ്വേഷമാകുന്ന അവളുടെ പല്ലുകൾ ജ്ഞാനത്തെ ചവച്ചരയ്ക്കുന്നു. ബുദ്ധിശക്തിയെ അവളുടെ തമസുകൊണ്ട് ആവരണം ചെയ്യുന്നു. അവളുടെ വദന ഗഹ്വരത്തിൽ പതിച്ചവർ മോഹത്തിൻ്റെയും അജ്ഞതയുടെയും കയത്തിൽ മുങ്ങി മരിക്കുന്നു. ജ്ഞാനത്തിന്റെ സഹായഹസ്തങ്ങൾ അവർക്ക് ലഭ്യമാവുകയില്ല. തന്നെയുമല്ല, അവർ എവിടെ കിടക്കുന്നുവെന്ന് പോലും ആർക്കും അറിവുണ്ടാവില്ല. അനാവശ്യമായ വാക്കുകൾ ഇനിയും തുടരേണ്ട ആവശ്യമില്ല. ഈ വിഡ്ഢികളെപ്പറ്റി കൂടുതൽ വർണ്ണിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? തൊണ്ട വരളുകയേ ഉള്ളൂ. ഭഗവാൻ പറഞ്ഞതിനോട് പാണ്ഡുപുത്രൻ അനുകൂലിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, മഹാത്മാക്കളുടെ കഥ കേട്ടോളൂ. അത് പറയുന്നത് തന്നെ ആനന്ദകരമാണ്. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിതാഃ ഭജന്ത്യനന്യമനസഃ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. അല്ലയോ അർജുന, മഹാത്മാക്കളായിട്ടുള്ളവർ സാത്വിക പ്രകൃതിയെ ആശ്രയിച്ച് അന്യവസ്തുക്കളിൽ മനസ്സ് വയ്ക്കാത്തവരായി എല്ലാറ്റിൻ്റെയും പ്രഭാവസ്ഥാനമായും നാശമില്ലാത്തവനുമായിരിക്കുന്ന എന്നെ തന്നെ ഭജിക്കുന്നു. പരിശുദ്ധമായ ഹൃദയത്തോടു കൂടിയ എൻ്റെ ഭക്തന്മാരാണ് ഈ മഹാത്മാക്കൾ. പവിത്രമായ അവരുടെ ഹൃദയത്തിൽ സ്ഥിരമായി ഞാൻ വസിക്കുന്നു. ഉറക്കത്തിൽ പോലും നിസ്സംഗത്വം അവരോടൊപ്പമുണ്ട്. ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടിയുള്ള അവരുടെ തീവ്രമായ ചിന്തകളിലും ആഗ്രഹങ്ങളിലും ഉടനീളം ആധ്യാത്മികത തല ഉയർത്തി നിൽക്കുന്നു. അവരുടെ മനസ്സ് വിവേചനപരമായ വിജ്ഞാനത്തെ സദാ പരിപോഷിപ്പിക്കുന്നു. വിജ്ഞാനഗംഗയിൽ സ്നാനം ചെയ്ത് പരിശുദ്ധി നേടിയ അവർ പരിപൂർണതയാകുന്ന ആഹാരം കൊണ്ട് സംതൃപ്തരാണ്. അവരിൽ കൂടി നിത്യശാന്തിയാകുന്ന വൃക്ഷത്തിന്റെ പച്ചില തഴപ്പുകൾ പ്രത്യക്ഷപ്പെടുന്നു. പരമ്പൊരുളിൽ നിന്ന് പൊട്ടി വിരിഞ്ഞ പുഷ്പ സഞ്ചയം പോലെ അവർ കാണപ്പെടുന്നു. അവർ ധൈര്യമാകുന്ന നെടുമ്പുരയുടെ താങ്ങുകളാണ്. ആനന്ദസാഗരത്തിൽ മുക്കിയെടുത്ത നിറഞ്ഞു തുളുമ്പുന്ന കുംഭങ്ങളാണ്. ഈശ്വര പ്രേമം കൊണ്ടുള്ള അവരുടെ ചിത്തഹർഷം മോചനത്തെ പോലും നിസ്സാരമെന്ന് കരുതി അവർ തിരസ്കരിക്കുന്നു. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ധാർമ്മികാദർശം പ്രത്യക്ഷമായി കാണാം. അവരുടെ ഇന്ദ്രിയങ്ങൾ സംയമനമാകുന്ന ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചവയാണ്. അവരുടെ ചിത്തം സർവവ്യാപിയായ എന്നെ പൊതിഞ്ഞിരിക്കുന്ന ഒരു പുറങ്കുപ്പായമാണ്. ഇപ്രകാരം ദൈവീകമായ വരപ്രസാദം സിദ്ധിച്ച് ഉന്നതാത്മാക്കളായവർ എൻ്റെ ദിവ്യ സ്വരൂപത്തെ പൂർണ്ണമായി മനസ്സിലാക്കി ദ്വന്ദ്വഭാവത്തിൻ്റെ സ്പർശം പോലും ഏൽക്കാതെ സ്നേഹനിർഭരമായ ഭക്തിയോടെ എന്നെ ആരാധിക്കുന്നു. ഇങ്ങനെ ഞാനുമായി താതാത്മ്യം പ്രാപിച്ചവർ എന്നെ സേവിക്കുന്നു. അവരുടെ ഭക്തി വൈശിഷ്ട്യത്തെപ്പറ്റി ഞാൻ പറയാം, കേൾക്കുക.